ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 21 ഞായർ. കഴിഞ്ഞ 4 ആഴ്ചകളായി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയും പഠിക്കുകയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിൻ്റെ 5-ാം ഭാഗമാണ്. ഈ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അധ്യായമാണ്. അപ്പം അതിൻ്റെ പൂർത്തീകരണം പോലെയാണ് ഇന്ന് വരിക. നമ്മൾ ഈ ദിവസങ്ങളിലൂടെ മുന്നേറിയപ്പോൾ ദിവ്യകാരുണ്യത്തെ പല രീതിയിലാണ് നമ്മൾ കണ്ടത്. നമ്മൾ ദിവ്യകാരുണ്യത്തെ കണ്ടത്, ഒന്ന്, അത് കൃതജ്ഞതാ ബലിയാണ് എന്ന് പറഞ്ഞു. എല്ലാവരെയും ഓർത്ത്, എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന അവസരമാണ് നമ്മുടെ ദിവ്യ കുർബാന. ഈശോയെ ഓർത്ത് പിതാവിന് നന്ദി പറയുന്നു, തൻ്റെ ജീവൻ തന്നതോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. നമ്മളെ ആ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും പുത്രനിലൂടെ വന്ന രക്ഷ അനുഭവിക്കുവാനും നമ്മളെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മൾ നന്ദി പറയുന്നു. തിരുസഭയ്ക്ക് നമ്മൾ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിക്കും നമ്മൾ നന്ദി പറയുന്നു. അങ്ങനെ നന്ദിയാൽ നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നു നമ്മുടെ ദിവ്യ കുർബാന. അതാണ് ദിവ്യ കുർബാനയെക്കുറിച്ച് ഒന്നാമതായി നമ്മൾ ബോധപ്പെട്ടത്. രണ്ടാമത്തേത്, ദിവ്യ കുർബാന കൂദാശയാണ്. കൂദാശകളുടെ കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ കാണാവുന്നതിലൂടെ, ഇന്ദ്രിയ ഗോചരമായവയിലൂടെ ഇന്ദ്രിയ ഗോചരമല്ലാത്തവയെ അനുഭവിക്കുക എന്നുള്ളതാണ്. മുകളിലുള്ളത്, താഴെയുള്ളത്, അപ്പുറമുള്ളത്, ദൈവത്തെയും സ്നേഹത്തെയും ഒക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാൻ സാധിക്കുക പ്രതീകങ്ങളിലൂടെയാണ്. കാണാവുന്നതിലൂടെ കാണാനാവാത്തവയെ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അതാണ് കൂദാശ എന്ന് പറഞ്ഞാൽ. അപ്പത്തിലൂടെ ജീവൻ്റെ അപ്പമായ ഈശോയെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനേകുന്ന ആ ഈശോയെ നമ്മൾ അനുഭവിക്കുക. ജ്ഞാനസ്നാനത്തിലെ വെള്ളത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു വിധത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുക. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുന്ന ആ ഒരു അനുഭവമാണല്ലോ ജ്ഞാനസ്നാനം. അതുപോലെ എണ്ണയിലൂടെ നമ്മൾ തൈല അഭിഷേകത്തിലേക്ക്, അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായി നമ്മൾ അനുഭവിക്കുക. അപ്പം ആ രീതിയിൽ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും സാധിക്കുന്ന കാര്യങ്ങളിലൂടെ, ഇന്ദ്രിയ ഗോചരമായ കാര്യങ്ങളിലൂടെ ഇന്ദ്രിയ ഗോചരമല്ലാത്ത കാര്യങ്ങളെ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അതാണ് കൂദാശകൾ. അപ്പം കൂദാശകളുടെ കൂദാശയാണ് ദിവ്യ കുർബാന എന്ന് നമ്മൾ കണ്ടു. അപ്പം ദിവ്യ കുർബാനയിലൂടെ ഒരു വിധത്തിൽ നമ്മൾ ഭക്ഷിക്കുന്ന അപ്പത്തിലൂടെ ജീവൻ തന്നെയായ അപ്പം തന്നെ, യഥാർത്ഥ ജീവൻ്റെ അപ്പമായ ഈശോയെ അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. മൂന്നാമതായി, ദിവ്യ കുർബാന അത് ബലിയാണ്. ബലികളുടെ ബലിയാണ്, ഏറ്റവും വലിയ ബലിയാണ്. പഴയ നിയമത്തിലെ ബലികളുടെ എല്ലാം പൂർത്തീകരണമായി ഈശോ കാൽവരിയിൽ അർപ്പിച്ച പരമ ബലി. ആ ബലിയിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ പങ്കുചേരുക ഓരോ ദിവ്യ കുർബാനയിലൂടെ നമ്മൾ ഓർക്കുക. നാലാമത്തേത്, ദിവ്യ കുർബാന എന്ന് പറഞ്ഞാൽ അത് ഒരു വിരുന്നാണ്. ദൈവം നമുക്ക് ഏകുന്ന വിരുന്ന്, നാം ദൈവത്തിനേകുന്ന വിരുന്ന്. ആ വിരുന്നിൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും അനുഭവം തരുന്ന ആ വിരുന്ന്. അതാണ് നമുക്ക് ദിവ്യ കുർബാന. അഞ്ചാമതായി, ദിവ്യ കുർബാന എന്ന് പറഞ്ഞാൽ അത് സ്മാരകമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് ഈശോ അർപ്പിച്ച ബലിയാണത്. അപ്പം അങ്ങനെ നമ്മൾ ദിവ്യ കുർബാനയിൽ പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ അവർക്ക് വേണ്ടി ജീവിച്ചവൻ ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരിക. നമ്മൾ സ്മാരകം എന്ന് പറഞ്ഞാൽ മാനസികമായൊരു പ്രക്രിയ മാത്രമല്ല. ദിവ്യ കുർബാനയിലെ ഓർമ്മിക്കൽ എന്ന് പറഞ്ഞാൽ അത് അസ്തിത്വാത്മക ഓർമ്മിക്കലാണ്. അതായത് അന്ന് അവിടെ നടന്ന അനുഭവം ഇന്ന് ഇവിടെ നമ്മുടെ അനുഭവമാകുന്നു അതിലൂടെ. ആറാമത്തേത്, ദിവ്യ കുർബാന എന്ന് പറഞ്ഞാൽ പെസഹ അനുഭവമാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരുന്ന, നമ്മളെ കടത്തിവിടുന്ന അനുഭവമാണ്. ഇസ്രായേൽക്കാർ അനുഭവിച്ച ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിമോചനത്തിൻ്റെ അനുഭവം ഓരോ ദിവ്യ കുർബാനയിലൂടെയും പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കുക. പാപത്തിൽ നിന്നും, തിന്മയിൽ നിന്നും, രോഗത്തിൽ നിന്നും, മരണത്തിൽ നിന്നും എല്ലാം ഉള്ള വിടുതൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ദിവ്യ കുർബാനയിലൂടെ ലഭിക്കുകയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവ്യ കുർബാനയിൽ പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏഴാമത്തെ കാര്യമായിട്ട് വരുന്നത് എന്താണെന്നറിയാവോ? അതാണ് ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ദിവ്യ കുർബാന ഉടമ്പടിയുടെ അനുഭവമാണ്. നിത്യവും സനാതനവുമായ, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ അനുഭവമാണ് ഓരോ ദിവ്യ കുർബാനയും. നമുക്കറിയാം, പഴയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പല ഉടമ്പടികളും കാണുന്നുണ്ട്.
ആദ്യത്തെ മനുഷ്യനുമായി ചെയ്ത ഉടമ്പടിയുണ്ട്, നോഹയുമായി ചെയ്ത ഉടമ്പടിയുണ്ട്, അബ്രഹവുമായി ചെയ്ത ഉടമ്പടിയുണ്ട്, മോശ മൂലം ഇസ്രയേൽക്കാരുമായി ചെയ്ത ഉടമ്പടിയുണ്ട്, ദാവീദ് രാജാവുമായിട്ടുള്ള ഉടമ്പടിയുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ ഓരോന്നും ആ ഉടമ്പടിയെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കാണുന്നത് ജോഷുവ ഇസ്രയേൽക്കാരെ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് ആനയിച്ചു. അവിടെ എല്ലാ ഗോത്രങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് ആ ഉടമ്പടിയുടെ നവീകരണം നടത്തുക. എന്താണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് ഒരു ബന്ധപ്പെടലാണ്, ഏറ്റവും വലിയ ബന്ധപ്പെടലാണ്, കൂട്ടായ്മയാണ്. ദൈവവും നമ്മളും നമ്മളുടെ ഉടമ്പടിയിലൂടെ ദൈവവുമായി കൂട്ടായ്മയിലാകുന്നു. അതേപോലെ ആ ഉടമ്പടിയിലൂടെ നമ്മളെല്ലാവരും ഒരേ ജനമായി മാറുന്നു. അങ്ങനെ നമ്മളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന, ദൈവവുമായിട്ട് ഒന്നിപ്പിക്കുന്ന ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ദിവ്യ കുർബാനയിലെ ആ ഉടമ്പടി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഒന്നാമത്തെ വായനയും സങ്കീർത്തനവും ആ ഉടമ്പടിയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലും ഒരു വിധത്തിൽ പത്രോസും ഈശോയും തമ്മിലുള്ള ഒരു വലിയൊരു ഉടമ്പടി എന്ന് വേണേൽ പറയാം. ഒരു തീരുമാനമെടുക്കില്ല. രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ വിവാഹത്തെ ഒരു വിധത്തിൽ ആ ഉടമ്പടി അനുഭവമായിട്ട് അവതരിപ്പിക്കുക. ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം സമർപ്പിച്ച് ഞാൻ നിൻ്റേത് നീ എൻ്റേത് എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക. ഏറ്റവും വലിയ ഉടമ്പടി ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദിവ്യ കുർബാനയിലൂടെ പങ്കുചേരുന്നത്. അങ്ങനെ ആ ഉടമ്പടി അനുഭവത്തിലൂടെ നമുക്ക് ദൈവവുമായിട്ട് ഒന്നായി തീരാനായിട്ട് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാം. ആ വലിയ കൂട്ടായ്മയിലാകാൻ നമുക്കെപ്പോഴും തയ്യാറാകാം. ഒരു ഉടമ്പടിയിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഒരു ബന്ധപ്പെടലാണ്. ആ പരസ്പരം സ്വന്തമാക്കുന്ന ഒരു ബന്ധപ്പെടൽ, അതാണ് ഉടമ്പടി. രണ്ടാമത്തേത് ഉടമ്പടിയിൽ വാഗ്ദാനങ്ങളുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യും എന്ന് പറയുന്ന വാഗ്ദാനം, ദൈവം തരുന്ന ആ വാഗ്ദാനങ്ങളുടെ ഒരു വിധത്തിൽ വിവരണമാണ് ബൈബിളിൽ മുഴുവനും ഉള്ളത് പ്രിയപ്പെട്ടവരെ. അതേപോലെ ഒരു നിബന്ധനകളുണ്ട്. അതായത് ഈ വാഗ്ദാനങ്ങൾ നമുക്ക് സാധ്യതമാകണമേ എങ്കിൽ നമുക്ക് നിബന്ധനകൾ പാലിക്കണം. അതിനെയാണ് നിയമങ്ങൾ എന്ന് പറയുക. അപ്പം ദൈവത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുവാനും അവിടുത്തെ അനുഗ്രഹത്താൽ നിറയപ്പെടുവാനും പ്രിയപ്പെട്ടവരെ നമ്മളെ ഒരുക്കുന്നു ഓരോ ഉടമ്പടി അനുഭവവും. ദിവ്യ കുർബാനയാകുന്ന ആ ഉടമ്പടി നവീകരണ അനുഭവത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവവുമായി ഉടമ്പടി ചെയ്യപ്പെട്ടവരാണ് നമ്മൾ ഉടമ്പടി ജനമാണ്. നമ്മളെല്ലാവരും ഒന്നായി മാറിയിരിക്കുന്നു. ആ ഒരു ബോധത്തോടെ നമുക്ക് ഈ ദിവ്യ കുർബാനയിൽ പ്രിയപ്പെട്ടവരെ പങ്കുചേരാം. ദൈവാനുഗ്രഹം ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈ ദിവ്യ കുർബാന നമുക്കെല്ലാം ഒരു അനുഭവമാകട്ടെ. ഈശോ നമുക്കറിയാം, ഈ ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഒരു തീരുമാനമെടുക്കലാണ്. കർത്താവിന് വേണ്ടി തീരുമാനമെടുത്ത, ദൈവത്തിന് വേണ്ടി തീരുമാനമെടുത്ത ജനതയെ അല്ലെ പത്രോസിനെയാണ് നമ്മൾ ഇന്നത്തെ വായനകളിൽ കണ്ടുമുട്ടുക. പത്രോസിനെ പോലെ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങൾ മറ്റെവിടെ പോകും? നിത്യജീവനേകുന്ന വാക്കുകൾ, നിത്യജീവനേകുന്ന അനുഭവം നിൻ്റെ പക്കലാണല്ലോ. കാരണം നീയാണ് ജീവൻ, നീയാണ് ജീവൻ്റെ അപ്പം, നീയാണ് ജീവൻ്റെ ജലമേകുന്നവൻ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളോടൊത്ത് വസിക്കണമേ. അങ്ങയുടെ സ്നേഹത്താലും കൃപയാലും ഞങ്ങളെ നിരന്തരം നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.